മക്കളെ, ഇതാ ഈ ഒരു ഇയർ എൻഡ് ഒക്കെ കഴിഞ്ഞ് പുതിയൊരു വർഷം നമുക്ക് ആരംഭിച്ചു. പക്ഷെ നമ്മുടെ അക്കാദമിക് ഇയർ കഴിഞ്ഞിട്ടില്ല. ഇനി വരാൻ പോകുന്നത് നമ്മുടെ 12th CBSE ആണ് അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നതും ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ടെൻഷൻ എന്ന് ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള ബേസ് നമ്മുടെ ഈ 11th CBSE തന്നെയാണ്. ബയോളജിയുടെ കേസ് എടുത്താൽ തന്നെ നമ്മുടെ ബോട്ടണിയിലും സുവോളജിയിലും കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് 11th CBSE പഠിക്കാറുണ്ട്. പക്ഷേ 12th വരുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് പഠിക്കാറില്ല. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയാണ്, പക്ഷേ ഓരോ ചാപ്റ്ററിലും ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ഈ ഒരു സമയത്ത് അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ അതിനുള്ള ഉത്തരവുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. 12th CBSE ബയോളജിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ 11th CBSE കുറച്ച് ചാപ്റ്റേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ 11th സുവോളജിയിൽ വരുന്ന ബയോമോളിക്യൂൾസ് ചാപ്റ്റർ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബേസിസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് 12th നല്ല രീതിയിൽ അവിടെ വരുന്ന കോൺസെപ്റ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ തന്നെ ഇനി ബോട്ടണിയിലേക്ക് വരുമ്പോൾ സെല്ലിൻ്റെ ചാപ്റ്റർ ആണെങ്കിലും മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും അവിടെ നമ്മൾ പഠിക്കുന്ന കുറേ ബേസിക് ടേംസുകളും പ്രോസസ്സുകളൊക്കെ ഉണ്ട്, സ്ട്രക്ചറൊക്കെ ഉണ്ട്. അതേപോലെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ 12th വരുമ്പോൾ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്ന റീപ്രൊഡക്ഷനിലേക്കും ബാക്കിയുള്ള ഓരോ പ്രോസസ്സുകളിലേക്കും ഫെർട്ടിലൈസേഷൻ, നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് മോർഫോളജി അറിഞ്ഞാൽ മാത്രമേ ആ പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ആനിമൽ കിങ്ഡം പഠിക്കുന്നവരാണെങ്കിൽ ആ കിങ്ഡത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ടേമുകളും ബൈനോമിയൽ നോമൻക്ലേച്ചറൊക്കെ അറിഞ്ഞാൽ മാത്രമേ 12th വരുമ്പം ഓരോ ടേംസിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ നെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ടൈമിൽ തന്നെ വെൽ തറോ ആക്കി പോവുക. എങ്കിലേ 12th വരുമ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂ, ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഒന്നേന്ന് തുടങ്ങി ബേസിക് ആയിട്ട് പോവുക. നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ വാശിയോടെ തന്നെ 12th CBSE ഒരു വെൽ സ്റ്റാർട്ട് കൊടുക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി സൈലം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം.